ഓക്കെ. അപ്പോൾ സെർവ്ലെറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്, അതിൻ്റെ ലൈഫ് സൈക്കിള്, എന്തൊക്കെയാണ് ഈ മെത്തേഡ്സ് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്റർ എങ്ങനെയാണ്, ഇനി എന്തൊക്കെയാണ് സെർവ്ലെറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്നെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് റീഡിങ് എ ഡാറ്റ ഫ്രം എ ക്ലയൻറ്റ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഒരു HTML ഫോം വഴിയാണ് എങ്കിൽ അവിടെ ഒരു ഫോം സബ്മിഷൻ നടക്കുന്നുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു ഹൈപ്പർ ലിങ്ക് ക്ലിക്കിംഗ് നടക്കുന്നുണ്ടായിരിക്കും. ഈ രീതിയിലൊക്കെയാണ് ഒരു ക്ലയൻറ്റിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സെർവറിലേക്ക് വേറൊരു വെബ് പേജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സം അതർ ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാനായിട്ടോ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതുപോലൊക്കെ ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ഫോം, കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഫോം ഫില്ലിംഗ് നടത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു വെബ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഇത്രയും ഇൻഫർമേഷൻസ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്ക് കറക്റ്റ് ഈ യൂസറിന് അത്രയും ആ ഒരു യൂസേജ് ആക്സസ് എല്ലാം ഉണ്ടോ, ഒരു ഗ്രാൻഡഡ് യൂസറാണോ, ഓതറൈസ്ഡ് യൂസറാണോ, അങ്ങനെയുള്ള ചെക്കിങ്സ് ഒക്കെ ഒരു പക്ഷേ നടത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസർ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നുകിൽ ഫോം സബ്മിഷൻ വഴി ചെയ്യുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വല്ല കുക്കീസ് അല്ലെങ്കിൽ സെഷൻസ്, ഇതെല്ലാം എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കുറച്ച് ക്ലയൻറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഒന്നുകിൽ അങ്ങോട്ട് റിക്വസ്റ്റിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ റിക്വസ്റ്റിന് വാലിഡ് റിക്വസ്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് സെർവർ സൈഡിലുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ സെർവർ സൈഡിൽ ഈ റിക്വസ്റ്റിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റാസിനെ എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്, റീഡിങ് ഡാറ്റ ഫ്രം എ ക്ലയൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊരു ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമുക്കൊരു റിക്വസ്റ്റ് സെർവറിലേക്ക് സബ്മിറ്റ് ആകുമ്പോൾ ആ ക്ലയൻറ്റ് ഡാറ്റാസ് എങ്ങനെ റീഡ് ചെയ്യാം, അതിനെ എങ്ങനെ യൂസ് ചെയ്യാം, അതിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, ഇതെല്ലാമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡു ഗെറ്റ് ഓർ ഡു പോസ്റ്റ് മെത്തേഡ്സ്, ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് മാത്രമാണ് അറ്റ് എ ടൈമിൽ ഒരു സെർവ്ലെറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുക. ഒരു സെർവ്ലെറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സെർവ്ലെറ്റിൽ ഓരോ റിക്വസ്റ്റിനും ത്രെഡ്സ് ആണ് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ആ ഓരോ ത്രെഡിനും ഇതുപോലെ ഒരു മെത്തേഡ് ആക്റ്റീവായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഗെറ്റ് ഓർ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ, ഇപ്പം ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫോം സബ്മിഷൻ തന്നെ ചെയ്യണമെന്നില്ല, നമുക്കറിയാവുന്നതായിരിക്കും. HTML നമുക്ക് ഹൈപ്പർ ലിങ്കിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് ആ URLൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഗെറ്റ് മെത്തേഡിലാണ് പോണത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ ആ ഇൻഫർമേഷൻ സെർവർ സൈഡിൽ അതിനെ റീഡ് ചെയ്യാനായിട്ട്, ഈ ഒരു റിക്വസ്റ്റിൽ നിന്നും അത്തരം ഇൻഫർമേഷൻസിനെ റീഡ് ചെയ്യാനായിട്ട് 3 ways ആണുള്ളത്. 3 ways എന്ന് പറയുമ്പോൾ 3 മെത്തേഡ്സ് ആണ്. ഒന്നുകിൽ ഗെറ്റ് പാരാമീറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഗെറ്റ് പാരാമീറ്റർ വാല്യൂസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഇതല്ലെങ്കിൽ ഗെറ്റ് പാരാമീറ്റർ നെയിംസ് എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ്സ് എല്ലാം തന്നെ നമുക്ക് അറിയാം. നമ്മളുടെ ഡു ഓർ പോസ്റ്റ്, ഡു ഗെറ്റ് ഓർ ഡു പോസ്റ്റ് മെത്തേഡ്സിന് 2 പാരാമീറ്റേഴ്സ് ആണുള്ളത്. അതിലൊന്ന് HTTP റിക്വസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ആണ്, അതുപോലെ അടുത്തത് HTTP റെസ്പോൺസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ HTTP റിക്വസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും യൂസ് ചെയ്യുക, ഒരു റിക്വസ്റ്റ്, ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് ഒരു സെർവ്ലെറ്റിലേക്ക് വരുന്ന സമയത്ത് ആ ക്ലയൻറ്റ് റിക്വസ്റ്റ് എല്ലാം തന്നെ എംബഡായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് കിട്ടുന്നതാണ് ഈ HTTP റിക്വസ്റ്റ് ഒബ്ജക്റ്റ്. അതുപോലെ ആ സെർവ്ലെറ്റ് ക്ലയൻറ്റിലേക്ക് ഒരു റെസ്പോൺസ് കൊടുക്കുന്ന സമയത്താണ് ആ റെസ്പോൺസ് കണ്ടൻസ് എന്തെല്ലാമാണോ അതെല്ലാം കൂടെ ഈ ഒരു HTTP റെസ്പോൺസ് ഒബ്ജക്റ്റിൽ എംബഡ് ചെയ്തിട്ടാണ് തിരിച്ച് ക്ലയൻറ്റിന് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 2 രീതിയിലാണ്, ഈ 2 പർപ്പസാണ് ഈ 2 പാരാമീറ്റേഴ്സിനും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ലയൻറ്റ് ഡാറ്റ റീഡ് ചെയ്യുന്നത് ഏതൊരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും, HTTP റിക്വസ്റ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഗെറ്റ് പാരാമീറ്റർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് HTTP സെർവ്ലെറ്റ് റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് പാരാമീറ്റർ എന്നുള്ള രീതിയിലാണ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇനി ഈ മെത്തേഡിന് ഒരു സിംഗിൾ പാരാമീറ്ററാണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മളുടെ
പാരാമീറ്റർ നെയിം ആയിരിക്കും. ഇത് നമുക്ക് വിത്ത് എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റർ നെയിം എന്താണോ ആ പാരാമീറ്ററിനെ ആക്സസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പാരാമീറ്ററിനെയാണ് HTTP റിക്വസ്റ്റ്, ക്ലയൻറ്റ് സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന HTTP റിക്വസ്റ്റിലുള്ള ഈ ഒരു സ്പെസിഫിക് നെയിമിലുള്ള പാരാമീറ്ററിനെ ആക്സസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗെറ്റ് പാരാമീറ്റർ വാല്യൂസ്, ഈ ഒരു മെത്തേഡ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്നത് an array ഓഫ് വാല്യൂസ് ആണ്. അപ്പോൾ ഒരു സെയിം പാരാമീറ്റർ നെയിമിൽ ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു അറേ നെയിം കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരു വാല്യൂ പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു പാരാമീറ്റർ നെയിം പാസ് ചെയ്യുമ്പോൾ ആ പാരാമീറ്ററിൻ്റെ മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിനെ എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഫോൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലാബിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ എന്ന് പറയുന്ന 2 വാല്യൂ നമ്മൾ ഫീൽഡിൽ സെയിം, നമുക്ക് ഇൻപുട്ട് ഫീൽഡ് അറിയാലോ, HTMLൻ്റെ ഇൻപുട്ട് ഫീൽഡ്, ടെക്സ്റ്റ് ഫീൽഡ്, ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, ഇൻപുട്ട് ടൈപ്പ് മറ്റെന്തൊക്കെയാണ് ഉണ്ടാവുക, ഒരുപാട് റേഡിയോ ബട്ടൺസ് യൂസ് ചെയ്തിട്ടും എല്ലാം നമുക്ക് ഇൻപുട്ട്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ടൈപ്പ്, ഇൻപുട്ട് ടൈപ്പ് ഫോൺ നമ്പർ, ഇൻപുട്ട് ടൈപ്പ് മെയിലൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്, ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ നമ്മൾ അതിന് നെയിം കൊടുക്കും ആ ഓരോ ഫീൽഡിനും. ഇപ്പോൾ അത് ടെക്സ്റ്റ് ഏരിയ ആണെങ്കിൽ, ടെക്സ്റ്റ് ഫീൽഡ് ആണെങ്കിൽ ഒക്കെ നമ്മൾ അതിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ടാകും. ആ പേരുകളാണ് നമ്മളിവിടെ പാരാമീറ്റർ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു HTML ഫോമിൽ ഒരു ഫീൽഡ് ഉണ്ടെങ്കിൽ അതിനെ നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത് നോർമലി ഗെറ്റ് പാരാമീറ്റർ സ്ട്രിങ് ആയിട്ട് നമ്മൾ ആ പാരാമീറ്റർ നെയിം, അതായത് ഫസ്റ്റ് നെയിം എന്നുള്ളതായിരിക്കും ഇവിടെ പാസ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ആ ഫീൽഡിൽ ഫില്ല് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഗെറ്റ് പാരാമീറ്റർ വാല്യൂസ് എന്ന് പറയുമ്പം ഒരു സിംഗിൾ പാരാമീറ്റർ നെയിം ഇവിടെ പാസ് ചെയ്ത് കൊടുത്തിട്ട് മൾട്ടിപ്പിൾ വാല്യൂസ് ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. ആ റിട്ടേൺ കിട്ടുന്നത് നമുക്കൊരു അറേയിലായിരിക്കും കിട്ടുക. സ്ട്രിങ് ഒബ്ജക്ട്സിൻ്റെ ഒരു അറേ ആയിട്ടാണ് നമുക്കതിനെ ആക്സസ് ചെയ്യാൻ കിട്ടുന്നത്. ഈ അറേയിലുള്ള ഓരോ എലമെൻറ്റും ആ പാരാമീറ്ററിൻ്റെ ഒരു വാല്യൂ ആയിരിക്കും. ഈ സെറ്റ് ഓഫ് പാരാമീറ്റർ വാല്യൂസിലുള്ള ഒരു സിംഗിൾ വാല്യൂ, ഓരോ സിംഗിൾ വാല്യൂസ് ഓരോ അറേ പൊസിഷനിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടും. അതിന് ഓരോന്നിനെയും നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ റീയൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഗെറ്റ് പാരാമീറ്റർ നെയിംസ് ആണ്. ഇത് നമുക്ക് ഈ ഒരു മെത്തേഡിന് അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ എല്ലാ പാരാമീറ്റർ നെയിംസും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് നെയിംസ് ആയിരിക്കും. അത് നമുക്കൊരു എന്യൂമറേഷൻ ആയിട്ടാണ് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. എന്യൂമറേഷൻ അറിയാമല്ലോ. അപ്പോൾ എന്യൂമറേഷൻ ആയിട്ടാണ് നമുക്കിതിൻ്റെ റിട്ടേൺ ടൈപ്പ് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലാ നെയിംസും ആക്സസ് ആയതുകൊണ്ട് കിട്ടുന്ന റിക്വസ്റ്റിൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ ആ എല്ലാ പാരാമീറ്റർ നെയിംസും ആക്സസ് ചെയ്യാനുള്ളതായതുകൊണ്ട് ഇതിന് ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ പാസ് ചെയ്ത് കൊടുക്കുന്നില്ല. നോ ആർഗ്യുമെൻറ്റ്സ് ആണ്. അതുപോലെ റിട്ടേൺ കിട്ടുന്നത് എന്യൂമറേഷൻ ആണ്. അതിൽ നമുക്കുള്ള എല്ലാ പാരാമീറ്റർ നെയിംസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ കേസ് ഒരു സെർവ്ലെറ്റിന് അല്ലെങ്കിൽ സെർവ്ലെറ്റ് എഴുതുന്ന ആൾക്ക് അറിയില്ല എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് വരാൻ സാധ്യതയുള്ള, പാരാമീറ്റർ നെയിം സ്പെസിഫിക് ആയിട്ട് അറിയില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്കൊരു ആ എന്യൂമറേഷനിലുള്ള ഓരോ വാല്യൂസിനെയും നമുക്ക് എടുത്ത് അത് പാരാമീറ്ററായിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡൈനാമിക് പ്രോഗ്രാമിംഗ് അവിടെ പോസിബിൾ ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പാരാമീറ്റർ നെയിംസ് കേസ് സെൻസിറ്റീവ് ആണ്. കേസസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് പാരാമീറ്റർ ഡിഫറെൻ്റ് ആണ്. അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ പാരാമീറ്ററിനെ ആക്സസ് ചെയ്യുന്നിടത്ത് മിസ്റ്റേക്സ് വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു HTML ഫോമിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതൊരു ഇമെയിൽ അഡ്രസ്സ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോമാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമ്മളിവിടെ ഫോം ആക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ മെത്തേഡ്സ് ഒന്നും തന്നെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതെന്തായിരിക്കും, ഒരു ഡിഫൾട്ടായിട്ട് ഗെറ്റ് മെത്തേഡ് വെച്ചിട്ടായിരിക്കും സബ്മിറ്റ് ആവുന്നുണ്ടാവുക.
ഇവിടെ ആക്ഷൻ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആക്ഷനിൽ നമ്മുടെ സെർവ്ലെറ്റിൻ്റെ URL നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാം. നോർമലി നമ്മൾ URLൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോട്ടോക്കോള്, പിന്നെ ഹോസ്റ്റ്, ദെൻ സെർവ്ലെറ്റ്, അങ്ങനെ കറക്റ്റ് ഫോൾഡറിലേക്ക് പോകുന്ന ഒരു URL ആയിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു വെബ് പേജ് നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന സെയിം ഡയറക്ടറിയിൽ ഒരു സെർവ്ലെറ്റ് ഈ ഒരു URL-ലാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സെർവ്ലെറ്റിൻ്റെ പേര് myservlet.js2 എന്നുള്ളൊരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫോം ആക്ഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഒരു ഇൻപുട്ട് ഫീൽഡാണുള്ളത്, അതൊരു ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ നമുക്ക് കാണാം ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ്, നെയിം, ഇമെയിൽ എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ ഒരു സബ്മിറ്റ് ബട്ടണും. ഇത്രയാണ് നമ്മുടെ ഈ ഒരു HTML പേജിലുള്ളത്, വെബ് പേജിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് യൂസറിന് പ്രൊവിഷൻ കൊടുക്കുന്ന ഒന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതായിരിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഈ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്ഷൻ ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇത്രയും ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് ഈ ഒരു സെർവ്ലെറ്റിലേക്ക് സബ്മിറ്റ് ആവും. ഇതാണ് നമ്മളുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള. ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മളുടെ സെർവ്ലെറ്റിൻ്റെ പേരെന്ന് പറയുന്നത് JS2 ആണ്. നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിയുമ്പം, അതായത് സെർവ്ലെറ്റ് ഫോൾഡറിൽ myservlet എവിടെയാണോ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഹോസ്റ്റിൽ സെർവ്ലെറ്റിൽ myservlet എന്നുള്ളതിൽ പാക്കേജിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന JS2.class കമ്പൈലേഷൻ്റെ ശേഷം നമുക്ക് കിട്ടുന്ന JS2.class എന്നുള്ളൊരു സെർവ്ലെറ്റിലേക്കാണ് നമ്മളുടെ ഈ ഒരു ഇൻഫർമേഷൻ സബ്മിറ്റ് ആവുന്നത്. ആ ഒരു ഫയലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. JS2.class എന്നുള്ള സെർവ്ലെറ്റിൻ്റെ ഒരു ഫോമാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നീഡഡ് ആയിട്ടുള്ള എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റുള്ള എക്സാമ്പിളിൽ തന്നെ കണ്ടതാണ്. ഇനി ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇമെയിൽ എന്നുള്ളത് എങ്ങനെ ആക്സസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു ഇമെയിൽ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റിക്വസ്റ്റ് HTTP റിക്വസ്റ്റ് എന്നുള്ള ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഗെറ്റ് പാരാമീറ്റർ ഇമെയിൽ. അപ്പോൾ ഗെറ്റ് പാരാമീറ്റർ മെത്തേഡിൽ ഈ ഒരു സിംഗിൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ ഇവിടെ ആക്സസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നതിനായിട്ടാണ്. അതുകൊണ്ടാണ് റെസ്പോൺസ് ഡോട്ട്, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ റെസ്പോൺസ് ഡോട്ട് സെറ്റ് കണ്ടൻറ് ടൈപ്പ് ടെക്സ്റ്റ് ബാർ HTML ആണ്. പ്രിൻറ്റ് റൈറ്റർ ഔട്ട് റെസ്പോൺസ് ഡോട്ട് ഗെറ്റ് റൈറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട് എന്നുള്ള മെത്തേഡിലേക്ക്, ഔട്ട് എന്നുള്ള ഒബ്ജക്റ്റിലേക്ക്, റെസ്പോൺസ് പ്രിൻറ്റ് റൈറ്റർ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഇത്രയും റെസ്പോൺസ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഒരു HTML കണ്ടൻറ്റ് നമ്മൾ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ റൈറ്റ് ചെയ്തതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഡോക് ടൈപ്പ് HTML ടാഗ്സ് എല്ലാം തന്നെ ഉണ്ട്. അതിൽ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ജാവ സെർവ്ലെറ്റ് എന്നുള്ള പേജ് ടൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബോഡിയിൽ ഇമെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് യൂസർ ടൈപ്പ് ചെയ്ത ഇമെയിൽ എന്താണോ അത് നമ്മൾ ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് ആ വേരിയബിൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് നമുക്കിവിടെ റെസ്പോൺസ് സെൻഡ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി പ്രോസസ്സിങ്, ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രോസസ്സിങ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ആ ഒരു ഇമെയിലിന് ആക്സസ് ചെയ്തിട്ടുണ്ട്, അതിന് ജസ്റ്റ് റിട്ടേൺ ആയിട്ട് ഒരു HTML പേജിൽ എംബഡ് ചെയ്ത് തിരിച്ച് റെസ്പോൺസിൽ കൊടുത്തിട്ടുമുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് നമ്മുടെ പർപ്പസിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഡാറ്റാബേസ് ഇൻസേർഷൻ എല്ലാത്തിൻ്റെയും കോഴ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്ലയൻറ്റ് ഡാറ്റ എങ്ങനെ റീഡ് ചെയ്യാമെന്നുള്ളതായിരുന്നു. നമുക്കറിയാം ഒരു ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിൽ എക്സ്പ്ലിസിറ്റ് ഡാറ്റ പ്ലസ് ഇംപ്ലിസിറ്റ് ഡാറ്റ ഉണ്ടായിരിക്കും. എക്സ്പ്ലിസിറ്റ് ഡാറ്റയാണ് ക്ലയൻറ്റ് സപ്ലൈ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഇംപ്ലിസിറ്റ് ആയിട്ട് HTTP ഹെഡേഴ്സ് ഉണ്ടായിരിക്കും റിക്വസ്റ്റിൽ. അത് എങ്ങനെ റീഡ് ചെയ്യാം, അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണ്, അത് എങ്ങനെ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത്. ഇപ്പോൾ റീഡിങ് HTTP റിക്വസ്റ്റ് ഹെഡർ. അപ്പോൾ നമുക്കറിയാം ഈ ഇംപ്ലിസിറ്റ് ഡാറ്റ എന്ന് പറയുന്നത് എന്താണ് ക്ലയൻറ്റ് റിക്വസ്റ്റിൽ ഉള്ള കണ്ടൻറ്റ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് കണ്ടൻ്റ് ആയിരിക്കും
ടൈപ്പ് ഇൻഫർമേഷൻസ് ആയിരിക്കും. ആ ഒരു കണ്ടന്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടൈപ്പ് ഇൻഫർമേഷൻസ് ആയിരിക്കും ഹെഡേഴ്സിൽ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇംപ്ലിസിറ്റ് ഡാറ്റയിൽ ഉണ്ടായിരിക്കുക. ആ ഡാറ്റ റീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എങ്ങനെ ഈ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് സെർവ്ലെറ്റിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഇൻഫർമേഷൻസ് റീഡ് ചെയ്യേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ടിപ്പിക്കലി നമ്മൾ HTML റിക്വസ്റ്റിൽ കണ്ടുവരുന്ന ഹെഡേഴ്സ് എന്ന് പറയുന്നത് ഇത്തരം ഹെഡേഴ്സൊക്കെയാണ് നോർമലി കാണാറുള്ളത്. ആക്സെപ്റ്റ് ചെയ്യേണ്ട ടൈപ്സ്, അപ്പോൾ ഇമേജ് ബാർ JPG ഇമേജ്, ജിഫ് ഇമേജ്, അതുപോലെ എനി ടൈപ്പ് ഇമേജ് ആണ് ഈ സ്റ്റാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആക്സെപ്റ്റ്, എൻകോഡിങ് ടൈപ്പ് സിപ്പ് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക, കണക്ഷൻ, കീപ്പ് അലൈവ് ഓർ ക്ലോസ് എന്തുമാവാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ടേബിളിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് കൊടുത്തത് കാണാനുണ്ട്. അതുപോലെ കുക്കീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നാലും അതൊരു ക്ലയൻറ്റ് സൈഡ് സ്മോൾ ഇൻഫർമേഷൻ സ്റ്റോറേജ് ആണ്. അപ്പോൾ കുക്കീസിൻ്റെ ഇൻഫർമേഷൻ സെർവറിലേക്ക് സപ്ലൈ ചെയ്യുമ്പം അത് ആക്സസ് ആവണോ, അല്ലെങ്കിൽ അതിന് ഡാറ്റ സപ്ലൈ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഹോസ്റ്റ് സ്പെസിഫൈ ചെയ്തതാണ്. റെഫറർ എന്ന് പറയുന്നത് ഏത് പേജിൽ നിന്നാണ് ഈ റിക്വസ്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ പേജിൻ്റെ ഹോസ്റ്റ് ഏതാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന HTTP റിക്വസ്റ്റ് ഹെഡേഴ്സിൻ്റെ ഒരു ലിസ്റ്റാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആക്സെപ്റ്റ് ഉണ്ട്. ആക്സെപ്റ്റിൽ നമുക്ക് ഏതൊക്കെ ടൈപ്പ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണം, അപ്പം അപ്ലോഡിംഗ് ഒക്കെ വരുന്ന കേസിൽ ഏത് ഫോർമാറ്റിലായിരിക്കണം ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള. അതുപോലെ ആക്സെപ്റ്റ് ക്യാരക്ടർ സെറ്റ് ഏത് ടൈപ്പ്, യൂണിക്കോഡിൻ്റെ വേർഷൻ ഏതൊക്കെ ക്യാരക്ടർ സെറ്റ് ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ലാംഗ്വേജ്, ഓതറൈസേഷൻ. പ്രൊട്ടക്റ്റഡ് വെബ് പേജസ് എല്ലാം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ ഓതറൈസേഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് ക്ലയൻറ്റ് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് റിട്രീവ് ചെയ്യാനായിട്ട് സെയിം കണക്ഷൻ യൂസ് ചെയ്യണോ, അതോ ഓരോ ഫയൽ റിട്രീവ് ചെയ്യാനായിട്ടും സെപ്പറേറ്റ് കണക്ഷൻ യൂസ് ചെയ്യണോ, ഇതെല്ലാം HTMLൻ്റെ വേർഷനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിനെയും കൂടെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. കണക്ഷൻ കീപ്പ് അലൈവ് ആണോ, അല്ലെങ്കിൽ കണക്ഷൻ ക്ലോസ് ആണോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇവിടെ വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇനി കണ്ടന്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റയുടെ ലെങ്ത് എത്ര വരെ പോസിബിൾ ആണെന്നുള്ളതാണ്. അതുപോലെ കുക്കീസ്, ഹോസ്റ്റ്, ഇഫ് മോഡിഫൈഡ് സിൻസ് എന്ന് പറയുന്നത് ആ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റിൻ്റെ ശേഷം മോഡിഫൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ മാത്രം പ്രോസസ്സ് ചെയ്യാൻ. അതുപോലെ ഇഫ് അൺമോഡിഫൈഡ് സിൻസ്, അപ്പോൾ ഒരു ഡേറ്റിൻ്റെ മുമ്പേ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റിൻ്റെ മുമ്പേ മോഡിഫൈഡ് ആണ്. ഒരു ഡേറ്റിൻ്റെ ശേഷം മോഡിഫൈഡ് അല്ല എങ്കിൽ മാത്രം ആ ഒരു റിക്വസ്റ്റ് സർവീസ് ചെയ്താൽ മതി. അതുപോലെ റെഫറർ, യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് ബ്രൗസർ ഇൻഫർമേഷൻ, അങ്ങനെ യൂസർ ഏത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് നോക്കുന്നതാണ്. ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ആയിരുന്നു. ആക്സെപ്റ്റിൽ നമ്മൾ പറഞ്ഞു ഏത് ടൈപ്പാണ് ഫയലിൻ്റെ. ഇവിടെ മൈം ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ഹാൻഡിൽഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മൈം ടൈപ്പ് ഏത് ടൈപ്പ് ഡാറ്റാസിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ആ ഒരു ഇൻഫർമേഷൻസ് അതിൻ്റെ വെറൈറ്റീസാണ്, മൈം ടൈപ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ MS വേർഡ്, അപ്പോൾ നമുക്കൊരു വേർഡ് ഫയൽ ആക്സെപ്റ്റ് ചെയ്യണോ, അതുപോലെ PDF, പോസ്റ്റ് സ്ക്രിപ്റ്റ്, അതുപോലെ ഒരുവിധം എല്ലാ ടൈപ്പും നമുക്കിവിടെ കാണാം. ഇതൊക്കെ ആപ്ലിക്കേഷനിലുള്ള ഇത്തരം ടൈപ്സ് ആക്സെപ്റ്റ് ചെയ്യണോ, സിപ്പ്, ബേസിക്, അതുപോലെ PNG, JPG, ജിഫ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം, ഏതൊക്കെ റിജക്റ്റ് ചെയ്യണം എന്നുള്ളത് ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് റീഡിങ് HTTP റിക്വസ്റ്റ് ഹെഡർ. അപ്പം ഇത്തരം കണ്ടൻസ് ഒക്കെയാണ് ഒരു HTTP റിക്വസ്റ്റ് ഹെഡറിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരം ഇൻഫർമേഷൻസ് എല്ലാം ഒരു HTTP റിക്വസ്റ്റിലുണ്ട്. അതിനെ നമ്മൾ റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗെറ്റ് ഹെഡർ എന്ന് പറയുന്ന മെത്തേഡ്. ഗെറ്റ് ഹെഡർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് HTTP റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ഹെഡർ. അപ്പോൾ ഈ ഹെഡറിൽ നമുക്ക് ഒരു സിംഗിൾ പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാരാമീറ്റർ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, നമ്മളുടെ
നെയിം ഓഫ് ദ റിക്വസ്റ്റ് ഹെഡർ ആയിരിക്കും. നമ്മുടെ HTTP റിക്വസ്റ്റ് ഹെഡറിൽ ഉള്ള ഇൻഫർമേഷൻ്റെ ഇപ്പോൾ നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് ഹെഡറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് പ്രോപ്പർട്ടീസ്, കണക്ഷൻ, അതുപോലുള്ള കുറേ ഹെഡർ ഇൻഫർമേഷൻസ് പറഞ്ഞു. അതിലേതെങ്കിലും ഒന്ന് ഇവിടെ പാസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കറക്റ്റ് വാല്യൂ എന്താണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പാരാമീറ്റർ നെയിംസ് കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. പക്ഷേ HTTP റിക്വസ്റ്റ് ഹെഡർ നെയിംസ് കേസ് സെൻസിറ്റീവ് അല്ല. നമ്മൾ കണക്ഷൻ നമുക്ക് HTTP 1.1 വേർഷനിൽ കീപ്പ് അലൈവ് മെസ്സേജ് നമുക്കിവിടെ കണക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത്തരം ഡാറ്റാസാണ് നമ്മൾ കണക്ഷൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടി HTTP ഹെഡറിൽ നമ്മൾ കീപ്പ് അലൈവ് കൊടുക്കുകയാണെങ്കിൽ കണക്ഷൻ ക്ലോസ് എന്നുള്ള ഒരു സെറ്റ് ചെയ്യുന്നത് വരെ അത്രയും സമയം, അതായത് അത്രയ്ക്കൊന്നും പോസിബിൾ അല്ല. നമ്മളുടെ നെറ്റ്വർക്ക് കണക്ഷൻ കട്ടാവുകയൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയി പോകും. എങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട, അപ്ലോഡ് ചെയ്യേണ്ട ഒക്കെ കേസാണെങ്കിൽ സെയിം കണക്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണോ എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് എല്ലാം ക്ലയൻറ്റ് സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് അത് ആ കണക്ഷൻ തന്നെ കീപ്പ് ചെയ്യണോ നെക്സ്റ്റ് റിക്വസ്റ്റിന് വേണ്ടി എന്നുള്ളത് സെർവറിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ എന്നുള്ള റിക്വസ്റ്റ് ഹെഡർ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സിൻടാക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സ്ട്രിങ് കണക്ഷൻ ഹെഡർ ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് ഹെഡർ കണക്ഷൻ. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗെറ്റ് ഹെഡർ എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഓരോ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓരോ ഹെഡർ നെയിംസും നമ്മളിവിടെ സപ്ലൈ ചെയ്ത് കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് റീഡ് ചെയ്തെടുക്കാൻ, സെർവ്ലെറ്റിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ റെസ്പോൺസ് ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡേഴ്സ് ഡിഫൾട്ടായിട്ട് സപ്ലൈ ആവും. വേണമെങ്കിൽ അത് നമുക്ക് റൈറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മളവിടെ കണ്ടൻറ് ടൈപ്പ് റൈറ്റ് ചെയ്യുന്നത് കണ്ടു. ടെക്സ്റ്റ് പെർ HTML എന്നുള്ള കണ്ടൻറ് ടൈപ്പ് നമ്മൾ ഹെഡറിലേക്ക് റൈറ്റ് ചെയ്യുന്നത് കണ്ടതാണ്. റെസ്പോൺസ് ഡോട്ട് കണ്ടൻറ് ടൈപ്പ് എന്നുള്ളൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ഹെഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ഏത് ടൈപ്പും ഇപ്പോൾ നമ്മൾ ആ ലിസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ഏത് ഹെഡറും നമുക്ക് റൈറ്റ് ചെയ്ത് വിടാനും സാധിക്കും. നമുക്ക് ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റ് കിട്ടുന്ന സമയത്ത് 2 ടൈപ്പ് റെസ്പോൺസാണ് ഒരു ജാവ സെർവ്ലെറ്റിൽ നിന്ന് നോർമലി പോകുന്നത്. അത് ഒന്ന് എക്സ്പ്ലിസിറ്റ് ഡാറ്റ, അതുപോലെ തന്നെ ഇംപ്ലിസിറ്റ് ഡാറ്റ. ഈ ഇംപ്ലിസിറ്റ് ഡാറ്റയുടെ കേസാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് നമ്മൾ HTTP റെസ്പോൺസ് ഹെഡർ കണ്ടെയ്ൻസ് എ സ്റ്റാറ്റസ് ലൈൻ, റെസ്പോൺസ് ഹെഡേഴ്സ് ആൻഡ് എ ബ്ലാങ്ക് ലൈൻ ഫോളോഡ് ബൈ ദ ഡോക്യുമെൻറ്റ്. ഇത്രയും ആണ് നമുക്ക് HTTP റെസ്പോൺസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരിക്കുക, സ്റ്റാറ്റസ് ലൈൻ. അപ്പം 3 കോമ്പോണൻസ് ആണ് ഈ സ്റ്റാറ്റസ് ലൈനിലുള്ളത്. പിന്നെ റെസ്പോൺസ് ഹെഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഓരോന്നും ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാനും വാല്യൂ സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഗെറ്റ് ഹെഡർ എന്ന് പറഞ്ഞ പോലെ തന്നെ സെറ്റ് ഹെഡർ എന്നുള്ള മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് റെസ്പോൺസ് ഹെഡേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റാറ്റസ് ലൈനിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റാറ്റസ് ലൈനിൽ 3 ഇൻഫർമേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. HTTP വേർഷൻ നമ്പർ, സ്റ്റാറ്റസ് കോഡ് ആൻഡ് എ ബ്രീഫ് മെസ്സേജ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റാറ്റസ് കോഡ്. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് കോഡിൻ്റെ ഒരു ഫോമാണ് നമ്മളിവിടെ കാണുന്നത്. HTTP വേർഷൻ ഉണ്ട്, അതുപോലെ സ്റ്റാറ്റസ് കോഡ് ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, കണ്ടൻറ് ടൈപ്പ് ഉണ്ട്, അതുപോലെ റെസ്പോൺസ്, ഒരു പ്ലെയിൻ ടെക്സ്റ്റ്. ഇത് സെർവ്ലെറ്റിൽ നമ്മൾ റൈറ്റ് ചെയ്ത് വിടുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ HTTP വേർഷൻ നമ്പർ ഉണ്ട്, സ്റ്റാറ്റസ് കോഡ് 200 ഉണ്ട്. ഈ 200ൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നതാണ് ഈ സിമ്പിൾ മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെയാണ് 200 കൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്റ്റാറ്റസ് റെസ്പോൺസ് ഹെഡർ, HTTP റെസ്പോൺസ് ഹെഡർ, സ്റ്റാറ്റസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. HTTP റെസ്പോൺസ് ഹെഡർ റൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സെറ്റ് സ്റ്റാറ്റസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോറി സ്റ്റാറ്റസിൻ്റെ ഒരു ഫോമാറ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇവിടെ സെറ്റ് സ്റ്റാറ്റസ് മെത്തേഡ്, സ്റ്റാറ്റസ് എങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. HTTP റെസ്പോൺസിലേക്ക് സ്റ്റാറ്റസ് എങ്ങനെ റൈറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ മെത്തേഡ് റിക്വയർസ് 1 ആർഗ്യുമെൻറ്റ് വിച്ച് ഈസ് ആൻ ഇൻറ്റിജർ നമ്പർ. ഇത് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു 200 ആണ് നമ്മുടെ ഇൻറ്റിജർ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഓരോ നമ്പേഴ്സിനും ഓരോ മീനിങ് ഉണ്ട്, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ മെസ്സേജും ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിന് സിംഗിളായിട്ടുള്ള ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഒരു ഇൻറ്റിജർ നമ്പർ ആയിരിക്കും, സ്റ്റാറ്റസ് നമ്പർ ആയിരിക്കും.
When the set status method automatically insert the status code and the short message associated with the status code in the HTTP response header. നമ്മളൊരു ഇൻറ്റിജർ നമ്പർ മാത്രമേ സപ്ലൈ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ സ്റ്റാറ്റസ് കോഡിൻ്റെ ഷോർട്ട് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് HTTP റെസ്പോൺസ് ഹെഡറിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത് ഈ സ്റ്റാറ്റസ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. റെസ്പോൺസ് ഡോട്ട് സെറ്റ് സ്റ്റാറ്റസ് 100 എന്നുള്ളൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 100 എന്നുള്ള നമ്പർ ഇൻഫോമിങ് ദ ക്ലയൻറ്റ് ടു സെൻഡ് എ ഫോളോ അപ്പ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനായിട്ട് ഇൻഫോം ചെയ്യുന്ന ഒരു നമ്പറാണ് 100 എന്ന് പറയുന്നത്. നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടിന്യൂ എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് മെസ്സേജ്. 100 സ്റ്റാറ്റസ് ആണെങ്കിൽ ഇത്രയും നമ്പേഴ്സൊക്കെ നമ്മൾ നോർമലി കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ 404 നോട്ട് ഫൗണ്ട് എല്ലാം നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒന്നാണ്. 400 ബാഡ് റിക്വസ്റ്റ് എല്ലാം നമ്മൾ പലപ്പോഴും ബ്രൗസറിൽ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം സ്റ്റാറ്റസ് കോഡ്സൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി HTTP റെസ്പോൺസ് ഹെഡറിൽ റൈറ്റ് ചെയ്യാനായിട്ട് സെറ്റ് സ്റ്റാറ്റസ് എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയുള്ള 2 മെത്തേഡ്സാണ് സെൻഡ് എറർ ആൻഡ് സെൻഡ് റീഡയറക്റ്റ്. ഈ ഒരു സെൻഡ് എറർ എന്നുള്ള മെത്തേഡിന് 2 പാരാമീറ്റർ ആണുള്ളത്. ഫസ്റ്റത്തെ ഒരു ഇൻറ്റിജർ സ്റ്റാറ്റസ് നമ്പറും അതുപോലെ നെക്സ്റ്റ് ഒരു ഷോർട്ട് മെസ്സേജും. ഇനി സെൻഡ് റീഡയറക്റ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക്. അപ്പോൾ ഇതിപ്പോൾ ഒരു സെർവ്ലെറ്റ് ഒരു റിക്വസ്റ്റ് കിട്ടി, ആ സെർവ്ലെറ്റ് അതിൻ്റെ ഓതറൈസേഷനോ അതിന് ചെക്ക് ചെയ്യേണ്ട ഡാറ്റാസ് എല്ലാം അതിൽ നിന്ന് എടുത്ത് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെങ്കിൽ മറ്റൊരു പേജിലേക്ക് ഈ ഒരു ക്ലയൻറ്റ് റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യാനായിട്ടാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മെയിനായിട്ട് ഈ പോപ്പപ്പ് വരുന്ന പേജസിലൊക്കെ 1 പേജ് ലോഡ് ചെയ്യുന്നു, നെക്സ്റ്റ് അതിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് തന്നെ അടുത്ത പേജ് റീഡയറക്റ്റിംഗ് എന്ന് നമ്മൾ കാണുന്നതാണ്. അത് അങ്ങനെ ഒരു പർപ്പസ് മാത്രമല്ല, നമുക്ക് വേണ്ട ചെക്കിങ്സ് എല്ലാം കഴിഞ്ഞ് മറ്റൊരു പേജിലേക്ക് ഈ യൂസറിനെ ഫോർവേഡ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെൻഡ് റീഡയറക്റ്റ് എന്നതാണ് നമ്മുടെ മെത്തേഡ്. ഇതിൽ നമ്മൾ ഒരു പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുന്നത് സം URL ആയിരിക്കും. അപ്പോൾ ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ URLലേക്ക് യൂസർ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് റെസ്പോൺസ് ഹെഡേഴ്സ് ആണ്. HTTP റെസ്പോൺസ് ഹെഡേഴ്സ് അലോ നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. അവിടെ നമ്മൾ മൈം ടൈപ്സ് ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് ഗെറ്റ് ഓർ പോസ്റ്റ് മെത്തേഡ് റെസ്പോൺസ് അതിനുള്ള ഒരു മെത്തേഡ് ഏതാണ് സെർവർ സപ്പോർട്ട് ചെയ്തത് എന്നാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ക്യാഷ് കൺട്രോൾ, ഇപ്പോൾ സെർവറിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ക്ലയൻറ്റ് സൈഡിൽ ക്യാഷ് ചെയ്യാൻ അവിടെ ടെമ്പററി എന്ന് പറയാം, സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാഷ് യൂസ് ചെയ്യുന്നതല്ലോ. അപ്പോൾ ഈ ക്യാഷിൻ്റെ കൺട്രോളാണ് ഇവിടെ നമുക്ക് വാല്യൂസ് സപ്ലൈ ചെയ്ത് കൊടുക്കാം. പബ്ലിക്, പ്രൈവറ്റ്, നോ ക്യാഷ് ടു നോട്ട് ക്യാഷ്. നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഈസി വെബ് പേജ് ലോഡിങ്ങിന് വേണ്ടി ക്യാഷിങ് യൂസ് ചെയ്യാറുണ്ട്. നമ്മളുടെ ഈ ഒരു പേജ് അല്ലെങ്കിൽ ഈ ഒരു സെർവ്ലെറ്റ് റെസ്പോൺസ് കൊടുക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ എന്താണോ അത് ക്യാഷ് ചെയ്ത് വെക്കണോ, അതിന് ഉള്ള പെർമിഷൻ കൊടുക്കണോ എന്നുള്ളതാണ് നമ്മൾ ഇത്തരം വാല്യൂസ് ഇവിടെ കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ കണക്ഷൻ, ഇൻസ്ട്രക്ട് ടു യൂസ് ഓർ നോട്ട് ടു യൂസ് പെർസിസ്റ്റൻസ്. നമുക്കറിയാം കണക്ഷൻ പെർസിസ്റ്റ് ചെയ്യണോ വേണ്ടയോ, ക്ലോസ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ക്ലോസ്, കണ്ടന്റ് എൻകോഡിങ്, കണ്ടന്റ് ലാംഗ്വേജ്, കണ്ടന്റ് ലെങ്ത്, ഇതെല്ലാം തന്നെ HTTP റെസ്പോൺസ് ഹെഡേഴ്സ് ആണ്. ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെറ്റ് കുക്കീസ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ പറയും. ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സുകൾ. അപ്പോൾ ഇത്രയുമാണ് ഒരു HTTP റിക്വസ്റ്റിൽ നിന്ന് എങ്ങനെ റീഡ് ചെയ്യാം, HTTP റെസ്പോൺസിലേക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം, ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വർക്കിംഗ് വിത്ത് കുക്കീസ്, അതുപോലെ തന്നെ ഇനി ഈ ഒരു ടോപ്പിക്കിൽ റിമൈൻഡ് ചെയ്യുന്ന ഒരു ഹെഡിങ് എന്ന് പറയുന്നത് സെഷൻസ് ആണ്. അപ്പോൾ ഇത്തരം ഇൻഫർമേഷൻസ് എങ്ങനെ കീപ്പ് ചെയ്യാം, എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം.